നമസ്കാരം, ചന്ദ്രലേഖയിലേക്ക് സ്വാഗതം. നമ്മളിൽ പലരും പുതിയ മാറ്റങ്ങളെയോ അല്ലെങ്കിൽ പുതിയ കാഴ്ചകളെയോ പ്രതിരോധിക്കുകയാണ് പതിവ്. പലപ്പോഴും അതിനെ ഒരു നെഗറ്റീവ് അപ്രോച്ചോടെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ശരിക്കും ഇത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഒരു ന്യൂനത തന്നെയാണ്. അത് എത്രയും പെട്ടെന്ന് കണ്ടെത്തി തിരുത്തിയാൽ നമുക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ചെറിയ കാര്യങ്ങളിലൂടെ വലിയ ചിന്തകൾ നിങ്ങൾക്ക് പകർന്നു തരുന്ന ചന്ദ്രലേഖയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ ഫ്ലൂയിഡിൻ്റെ കുറവ് പറഞ്ഞല്ലോ, അതെങ്ങനെ ബാലൻസ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും? ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ പലരും കരുതി കൂടുതൽ വെള്ളം കുടിച്ചാൽ പറ്റുമെന്ന്. ആക്ച്വലി വെള്ളം കുടിക്കേണ്ടത് ആവശ്യമാണ്. അതും യൂട്രസിലെ ഫ്ലൂയിഡും ആംനിയോട്ടിക് ഫ്ലൂയിഡും തമ്മിൽ കാര്യമായിട്ടുള്ള ബന്ധം വരുന്നില്ല. അത് നമ്മൾ ഓവറോൾ ന്യൂട്രീഷനും ഓവറോൾ മദറിൻ്റെ ഹെൽത്തും ഓവറോൾ ബേബിയുടെ ഹെൽത്തും അതാണ്. സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം ചന്ദ്രലേഖയുടെ ഒരു ഡോക്ടർ സെഗ്മെന്റിലൂടെ. ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാമെങ്കിലും വീണ്ടും അറിയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ള ഒന്നാണ് പ്രഗ്നൻസി. പ്രഗ്നൻസി ടൈമിൽ നമ്മൾ അറിയേണ്ടതും പാലിക്കേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ബിഫോർ ആൻഡ് ആഫ്റ്റർ പ്രഗ്നൻസിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്, ഇതിനൊക്കെ ഉത്തരം തരാനായി നമ്മോടൊപ്പം ഇന്നുള്ളത് ഡോക്ടർ ജോലിൻ തോംസൺ ആണ്. നമുക്ക് ഡോക്ടറെ പരിചയപ്പെടാം. ഹലോ ഡോക്ടർ. പ്രഗ്നൻസി ടൈമിൽ കൂടുതലായിട്ടും അയൺ ഡെഫിഷ്യൻസി മൂലം അയൺ ടാബ്ലറ്റ് യൂസ് ചെയ്യാറുണ്ട്. അതിനെന്തെങ്കിലും ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടോ? ഇല്ല, അയൺ എന്തായാലും അത് നമ്മൾ നോക്കണം. ഓവറായിട്ട് കഴിച്ചാലും പറ്റുകയില്ല. അപ്പം അയണ് അതിൻ്റെ ഓരോ പ്രിപ്പറേഷൻ്റെ അനുസരിച്ചിരിക്കും. അതിൻ്റെ കൂടെ വൈറ്റമിൻ സി കൊടുക്കണം. അങ്ങനെ അതായത് കാൽസ്യം അയൺ കഴിച്ചുകൊണ്ട് മാത്രമായില്ല, അബ്സോർബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അയൺ കഴിക്കുമ്പോൾ ഉള്ളത് ഏറ്റവും പ്രധാനം കോൺസ്റ്റിപ്പേഷനാണ് പലർക്കും കാണാറുള്ളത്. അപ്പോൾ അതനുസരിച്ച് കൂടുതൽ ഫൈബർ കൂടുതലുള്ള ഡയറ്റ് കഴിക്കണം. പിന്നെ അയണാണെങ്കിൽ അബ്സോർബ് ചെയ്യാൻ അതിനൊപ്പം തന്നെ വൈറ്റമിൻ സി ഉള്ള പ്രിപ്പറേഷൻസ് യൂസ് ചെയ്യുക. പിന്നെ പലതരം അയൺ പ്രിപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഏത് യൂസ് ചെയ്യുന്നതെന്നൊക്കെ അനുസരിച്ചാണ്. എന്താണെങ്കിലും ഹീമോഗ്ലോബിൻ ലെവൽ 12 മുകളിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ അത് മദറിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാം. കാരണം കുറച്ചൊരു ബ്ലഡ് ലോസ് പോലും താങ്ങാൻ പറ്റാതെ വരും. അപ്പോൾ ചെറിയൊരു പ്രഗ്നൻസിയിൽ ഡെലിവറിയോടുകൂടി എത്രയാണെങ്കിലും ഒരു 500 ml to 1 ലിറ്ററോളം ബ്ലഡ് പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ അത് ഓൾറെഡി അനീമിക്കായിട്ടൊരു മദറിന് അത് താങ്ങാൻ പറ്റാത്ത ഇതാകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് നോക്കുകയും എല്ലാ ലേഡീസിനും അയൺ ടാബ്ലറ്റ്സ് സപ്ലിമെൻറ്റ് കൊടുക്കുകയും ചെയ്യുന്നത്. നമുക്ക് നാച്ചുറൽ ഫുഡിൽ നിന്നൊന്നും അത്ര ഈസി അല്ല അതൊന്നും ക്ലീൻ ചെയ്യാനായിട്ട്. ടാബ്ലറ്റ് എടുത്തേ പറ്റുള്ളൂ. എടുക്കുന്നതാണ് സേഫർ. പിന്നെ നമ്മളെപ്പോഴും എല്ലാ മാസവും ഹീമോഗ്ലോബിൻ ലെവൽ നോക്കും. അതനുസരിച്ച് ഇപ്പം ഹീമോഗ്ലോബിൻ ലെവൽ പെർഫെക്റ്റായിട്ട് നോർമലായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുഡിൽ അത്ര കോൺഫിഡൻ്റ് ആയിട്ടുള്ള മദേഴ്സ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ജനറലി എല്ലാവർക്കും വേണ്ടി വരുന്നത് ഗവൺമെൻറ് ആണെങ്കിലും റെക്കമെൻഡേഷൻ എടുക്കണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഫ്ലൂയിഡിൻ്റെ കുറവ് പറഞ്ഞല്ലോ, അതെങ്ങനെ ബാലൻസ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും? ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ പലരും കരുതി കൂടുതൽ വെള്ളം കുടിച്ചാൽ പറ്റുമെന്ന്. ആക്ച്വലി വെള്ളം കുടിക്കേണ്ടത് ആവശ്യമാണ്. അതും യൂട്രസിലെ ഫ്ലൂയിഡും ആംനിയോട്ടിക് ഫ്ലൂയിഡും തമ്മിൽ കാര്യമായിട്ടുള്ള ബന്ധം വരുന്നില്ല. അത് നമ്മൾ ഓവറോൾ ന്യൂട്രീഷനും ഓവറോൾ മദറിൻ്റെ ഹെൽത്തും ഓവറോൾ ബേബിയുടെ ഹെൽത്തും അതാണ്. ഏറ്റവും പ്രധാനമായിട്ട് പ്രഷറിൻ്റെ ആരംഭം വരുമ്പോൾ വരാം, അല്ലെ പ്രഷർ കൂടാൻ തുടങ്ങുന്നതിൻ്റെ ഭാഗമായിരിക്കും. അങ്ങനെ എവിടെയോ കൊച്ചിൻ്റെ ഗ്രോത്തിൽ പ്രശ്നമുണ്ട്. പ്രഗ്നൻസി ഫ്ലൂയിഡ് കുറയുമ്പം അത് നമ്മൾ മോർ വിജിലൻ്റ് ആവണം കൊച്ചിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞ് കൊച്ചിൻ്റെ ഹെൽത്ത് മാറുന്നതിനും പോകുന്നതിൻ്റെ മുമ്പ് രണ്ടിൻ്റെയും തമ്മിലൊരു ബാലൻസാണ് വരുന്നത്. പ്രിമച്യൂരിറ്റിക്ക് നമ്മൾ നേരത്തെ സിസേറിയൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൻ്റേതായ സൈഡ് എഫക്ട്സ് ഉണ്ട്. ഒരു കൊച്ചിൻ്റെ ഏറ്റവും കൂടുതൽ പ്രോബ്ലം വരാവുന്ന കൊച്ചിന് ആ യൂട്രസിൽ കിട്ടുന്ന ആ കെയർ നമുക്ക് ഒരിക്കലും പുറത്തു കൊണ്ടുവന്നിട്ട് പ്രിമച്വർ നഴ്സറിയിൽ കൊടുക്കാൻ പറ്റില്ല. കാരണം അതിൽ ഫുഡിലാണെങ്കിൽ തന്നെ നമുക്ക് ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഒരു ക്വാളിറ്റിയിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ പ്രിമച്വർ ഇൻഫൻറ്റിനെ സംബന്ധിച്ച് ബ്രസ്റ്റ് വലിച്ചു കുടിക്കാൻ പറ്റില്ല. അപ്പം ബ്രസ്റ്റ് മിൽക്ക് പലപ്പോഴും കൊടുക്കാൻ പറ്റില്ല. പമ്പ് വെച്ചെടുത്താലും ഒന്നും ആവശ്യത്തിന് കിട്ടിയെന്നും വരികയില്ല. പിന്നെ
നമ്മളുടെ ആ സൊസൈറ്റിയുടെ ഔട്ട്ലുക്കാണ് അതിനകത്ത് വരുന്നത്. ഡോക്ടർ മുമ്പ് പറഞ്ഞതുപോലെ ആഫ്റ്റർ ഡെലിവറി കുറച്ചധികം തടി കൂടുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അപ്പം അതിനെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ആ തടി എങ്ങനെ കുറച്ചുകൊണ്ട് വരാൻ പറ്റും? വെയിറ്റ് നമുക്ക് ഓൾറെഡി പ്രഗ്നൻസി ടൈമിൽ വെയിറ്റ് കൂടിയെങ്കിൽ ഏറ്റവും നല്ല മാർഗം നന്നായിട്ട് കുഞ്ഞിനെ ഫീഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ കാലറി അതിന് വേണ്ടിയിട്ട് തന്നെ വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും ഒക്കെ സപ്ലിമെൻറ്റും എടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മറ്റു ഫുഡിലെ കുറയ്ക്കാം. ഇപ്പം ഫിഷ്, മീറ്റ്, എഗ്ഗ് അതൊക്കെ നമുക്ക് ഹൈ പ്രോട്ടീനുള്ള പയറുവർഗ്ഗങ്ങൾ അതൊക്കെ ഹൈ പ്രോട്ടീനുള്ളതാണ്, അതൊക്കെ കൂടുതലായിട്ട് കഴിക്കുക. അതേസമയത്ത് ചോറ്, ബിസ്ക്കറ്റ്, ബ്രെഡ്, അതുപോലെ ഗോതമ്പും അരിയും വെച്ച് നമ്മൾ കൂടുതലും സെറിയൽ എന്ന് പറയുമ്പോൾ അതാണല്ലോ വരുന്നത്, അത് കുറയ്ക്കുക. ഓയിലും മൊത്തത്തിൽ കുറയ്ക്കുക. അപ്പോൾ അങ്ങനെ അതേസമയത്ത് ഒന്നോ രണ്ടോ എഗ്ഗ്, കുറച്ച് 1-2 ഗ്ലാസ് മിൽക്ക് അതൊക്കെ മസ്റ്റായിട്ട് കഴിക്കുകയും ചെയ്യുക. ഇപ്പോൾ സാധാരണ എല്ലാവരും ഡയറ്റ് ചെയ്യുകയെന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ നോൺ വെജൊക്കെ ഒഴിവാക്കും, പാല്, മുട്ട ഒക്കെ ഒഴിവാക്കും. അപ്പോൾ അങ്ങനെ വരരുത്. നമ്മൾ ഡയറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ചോറിലാണ് കുറയ്ക്കേണ്ടത്. വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഡയറ്റ് ചെയ്യുന്നതിനാണ് സ്റ്റാർച്ച്, പിന്നെ ഫ്രൈഡ് ഐറ്റംസ്. ഇപ്പം ഒരു പീസ് ഫിഷോ മീറ്റോ ഫ്രൈ ചെയ്ത് കഴിച്ചുകൊണ്ടല്ല, നമ്മൾ മറ്റ് സ്നാക്സ് ആയിട്ടുള്ള ഫ്രൈഡ് ഐറ്റംസാണ്, ചിപ്സ്, ബേക്കറി ഐറ്റംസ്, അതെല്ലാമാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. അതിലൊക്കെ ഉപരി പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിലും ഓവർ വെയിറ്റ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനം ഓവർ വെയിറ്റ് ആവാതിരിക്കുക എന്നുള്ളതാണ്. വൺസ് ഓവർ വെയിറ്റ് ആയാലും നമ്മൾ അറ്റ് ഏർലിയസ്റ്റ് കൺട്രോൾ ചെയ്യുക. കാരണം പലപ്പോഴും എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കൂടുന്നതനുസരിച്ച് പിന്നെ നമുക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ കഴിക്കാതിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ വെയിറ്റ് ആയിട്ടുള്ളവർക്ക് സാധിക്കുകയില്ല. അപ്പോൾ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റും പിന്നെ ടേസ്റ്റ് കുറയ്ക്കാനുള്ള ഇതെടുക്കുക. അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ഇതിലേക്കായിട്ട് എടുക്കേണ്ടി വരും. വെയിറ്റ് കുറയ്ക്കാനായിട്ട് ട്രീറ്റ്മെൻറ്റായിട്ട് ഉണ്ട്. അതിനകത്ത് നല്ല ഇപ്പം അപ്പറ്റൈറ്റ് കുറയ്ക്കാനുള്ള മെഡിസിൻസ് കുറവാണ്. ഇപ്പം നേരത്തെ ഉണ്ടായിരുന്നതൊക്കെ സൈഡ് എഫക്ട്സ് കാരണം വിത്ഡ്രോ ചെയ്തിരിക്കുകയാണ് മാർക്കറ്റിൽ. പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് അബ്സോർബ് ചെയ്യാതിരിക്കാൻ, ഇപ്പോൾ ഫാറ്റ് അബ്സോർബ് ചെയ്യാതിരിക്കാനുള്ള ചില മെഡിസിൻസും ഉണ്ട്. അപ്പോൾ അതിനൊക്കെ കമ്പാരിറ്റീവ്ലി സൈഡ് എഫക്ട്. ഏറ്റവും പ്രധാനം ന്യൂട്രീഷൻ കറക്റ്റായിട്ട് കൊടുക്കുകയും ബേസിക്കായിട്ടുള്ള എക്സസൈസ് ചെയ്യുകയും സ്റ്റാർച്ചും അതുപോലെ കാലറി കണ്ടൻറ്റ് കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ചെറിയ ഏതൊക്കെ ടൈപ്പിലുള്ള എക്സസൈസാണ് ഡോക്ടർ പ്രിഫർ ചെയ്യുന്നത്? എക്സസൈസ് നമ്മൾ നോർമൽ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാലും സിസേറിയൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വെയിറ്റ് കൂക്കുക, അങ്ങനത്തെ ഒക്കെ എക്സസൈസുകളാണ് കുറയ്ക്കേണ്ടത്. ഒരു 3 months കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് വേണമെങ്കിലും ചെയ്യാം. പ്രത്യേകിച്ച് നമ്മൾ നോർമൽ ഡെലിവറി ആണെങ്കിൽ പെരിനിയൽ ഫ്ലോർ എക്സസൈസ് എന്നും പറഞ്ഞ് വെജനൽ റീകൺസ്ട്രക്ഷൻ, അതിൻ്റെ ടൈറ്റ്നെസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സസൈസ് ഉണ്ട്, അത് ചെയ്യാം. പിന്നെ ഉള്ളത് വയറിൻ്റെ ലാക്സിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ കിടന്നുകൊണ്ട് ചെയ്യാവുന്ന പല എക്സസൈസും ഉണ്ട്. അബ്ഡോമിനൽ എക്സസൈസ് വരും. പിന്നെ അതുപോലെ ബാക്ക് മസിൽ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോബ്ലം ഉള്ളത് നടുവേദനയാണ്. നടുവേദനയ്ക്ക് 2 റീസണാണ് ഡെലിവറി കഴിഞ്ഞിട്ട്. ഒന്ന് ക്യാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടുവരുന്ന പ്രോബ്ലം, പിന്നെ രണ്ടാമത്തത് ലിഗമെൻ്റ് ലാക്സിറ്റി, അതുപോലെ എക്സസൈസ് ഒന്നും ഇല്ലാതിരുന്നിട്ട് ബാക്ക് മസിലിന് സ്ട്രെങ്ത് കുറയുന്നു എന്നുള്ളതാണ്. അപ്പം ബാക്ക് മസിലിന് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസും അതുപോലെ കാൽഷ്യം വൈറ്റമിൻ ഡി സപ്ലിമെൻസുമാണ് ബാക്ക് പെയിൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അറിയേണ്ടത്. പിന്നെ ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് കൂടുതലും നമ്മൾ ഫ്ലോർ എക്സസൈസാണ്, നമ്മൾ കിടന്നുകൊണ്ട് തന്നെ ചെയ്യുന്ന എക്സസൈസിനാണ് ബാക്ക് മസിലിനും അതുപോലെ ആബ്ഡോമിനും കിട്ടുന്നത്. പുഷപ്പ് അതുപോലത്തെ കുറച്ച് എക്സസൈസ് ഉണ്ട്. അതാണ് ഏറ്റവും നല്ലതായിട്ട്. ഇപ്പം നടക്കാനൊക്കെ പോകുന്ന ഓവർ വെയിറ്റും വെച്ച് നടക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻസിനും അങ്ങനത്തെ പ്രോബ്ലംസ് വരാം. ഇപ്പം ആഫ്റ്റർ ഡെലിവറി സാധാരണ നമ്മുടെ നാട്ടിൻപുറത്ത് എല്ലാവരും ലേഹ്യം, കഷായം, അങ്ങനെ ആയുർവേദിക് മെഡിസിൻസ് ഒരുപാട് കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊരു കാരണമാണോ ഈ ഓവർ വെയിറ്റിന്? അതിനകത്ത് അത് മാത്രം കൊണ്ട് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷെ പലതിലും നമ്മൾ അതിനോടൊപ്പം തന്നെ കുറേ നെയ്യ് അങ്ങനത്തെ കാര്യങ്ങളും കൂടെ വരുന്നുണ്ട്. ഇപ്പം എന്തെടുത്താലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഇന്നിപ്പം നമുക്ക് ഇംഗ്ലീഷ് മെഡിസിൻ തന്നെ ഉണ്ട് കറക്റ്റായിട്ടുള്ള. നമ്മൾ ആ സപ്ലിമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ വേറൊന്നും എടുത്തില്ലല്ലോ. കാരണം ഇംഗ്ലീഷ് മെഡിസിന് നമ്മളെല്ലാം എല്ലാം വളരെ സ്പെസിഫിക്കാണ്. നമുക്കറിയാം ഈ സാധനം കഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ ഒരു ടാബ്ലറ്റിനകത്താണെങ്കിൽ എത്ര കാൽസ്യം ഉണ്ട്, എത്ര വൈറ്റമിൻ എ ഉണ്ട്, എത്ര ഇതുണ്ടെന്നറിയാം. മറ്റതിൽ നമുക്ക് എന്താ കഴിക്കുന്നതെന്ന് നമുക്ക് പലപ്പോഴും അറിയത്തില്ല. അപ്പം എന്ത് ചെടിയുടേതാണ്, ആ ചെടിക്കകത്തുള്ള ഇതിനകത്ത് എന്ത് ഗുണമുണ്ട്, എന്ത് ദോഷമുണ്ടെന്ന് പലപ്പോഴും ഒരു സ്റ്റഡീഡ് കാര്യമായിരിക്കില്ല.
പക്ഷേ ഇംഗ്ലീഷ് മെഡിസിനിലാണേലും പലതും ഉണ്ട്. പിന്നെ ഡോക്ടേഴ്സ് കറക്റ്റായിട്ട് തരുന്നതിൻ്റെയും കൂടെ ഇപ്പോൾ ഒന്നും അധികമാകാനും പാടില്ല, ഒന്നും കുറഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ അത് ബാലൻസ് ചെയ്ത് കറക്റ്റായിട്ട് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ നമ്മൾ അറിയാൻ മേലാത്ത കുറുന്തോട്ടിക്കകത്ത് എന്താ ഉള്ളതെന്ന് നമുക്കറിയില്ല. ഇന്നും അതൊന്നും കംപ്ലീറ്റ് അനലൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുപോലെ പല സാധനങ്ങളുമാണ് ഇന്ന് വരുന്നത്. ഫെർട്ടിലിറ്റി പ്രോബ്ലം തന്നെ വരാം. പിന്നെ വൺസ് കൺസീവ് ചെയ്യുകയാണെങ്കിലും അവർ മോർ ഫുഡ് കഴിക്കേണ്ടത് ആവശ്യമുണ്ട്. കാരണം അവരുടെ ബോഡിയിൽ ഒന്നും സ്റ്റോറില്ല. കൊച്ചിന് വേണ്ടതെല്ലാം പുറത്തുനിന്ന് കിട്ടിയേ പറ്റുള്ളൂ. ഓവർ വെയിറ്റ് അല്ലെങ്കിൽ കറക്റ്റ് ന്യൂട്രീഷൻ ബാലൻസിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് ബോഡിയിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ അത് കാരണം അങ്ങനെ അണ്ടർ വെയിറ്റ് ആയിട്ടുള്ളവർ കൂടുതൽ ഫുഡ് കഴിക്കുകയും അപ്പോൾ അവർക്ക് കൂടുതൽ വെയിറ്റ് ഗെയിൻ വരാം. ഇപ്പം 18.5 അല്ലെങ്കിൽ 17 BMI മാത്രമുള്ള ഒരാൾ പ്രഗ്നൻ്റ് ആകുകയാണെങ്കിൽ അവർക്ക് അവരുടെ ഹൈറ്റ് അവർക്കൊരു 15 kg വരെ കൂടുന്നതിന് കുഴപ്പമുണ്ടാവില്ല. കാരണം അവർ ഓൾറെഡി അവരുടെ ഒരു ഐഡിയൽ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 to 22 BMI ആണ്. അപ്പം ഒരാളുടെ ഏറ്റവും പെർഫെക്റ്റ് ഇപ്പം ഒരു മോഡലോ അല്ലെങ്കിൽ ഒരു ആക്ട്രസ്സോ ഒക്കെ ആണെങ്കിൽ അവർ എയിം ചെയ്യേണ്ടത് ഓരോരുത്തരുടെ ഒരു ബോഡിയുടെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. അപ്പോൾ അതിൽ ഒരു 20 to 22 BMIയിൽ നിൽക്കുമ്പോഴായിരിക്കും അവരുടെ ഏറ്റവും ബെസ്റ്റ് അപ്പിയറൻസ് കിട്ടുന്നത്. അപ്പം വി ക്യാൻ ടേക്ക് അത് ഏകദേശം ഒരു 21 നമുക്ക് എടുക്കാം. പക്ഷേ ചിലരെ സംബന്ധിച്ചിടത്തോളം 21 ആകുമ്പോഴേക്കും ഇച്ചിരി വയറ് വയ്ക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ അവിടെയും ഇവിടെയൊക്കെ ചെറിയതായിട്ട് ടയറൊക്കെ വരാൻ തുടങ്ങും. അതേ സമയത്ത് കുറച്ചും കൂടി ഒരു മസ്കുലർ ബോഡി ആണെന്നുണ്ടെങ്കിൽ 22 BMI വരെ പോയാലും നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ആ ഒരു ബിറ്റ്വീൻ 20 and 22 ആണ് നമ്മൾ ഒരു ഐഡിയൽ വെയിറ്റ് ആയിട്ട് എടുക്കേണ്ട BMI. അത് ഓരോരുത്തരുടെ ഹൈറ്റ് അനുസരിച്ച് വേരി ചെയ്തിരിക്കും. അതെ, അപ്പോൾ അത് നമുക്കൊരു ജനറൽ കാൽക്കുലേഷൻ പറയുകയാണെങ്കിൽ ഹൈറ്റ് -105 അതാണ് ഒരാൾക്ക് വരാവുന്ന ഹൈറ്റ്. -100 ആണ് ഒരാൾക്ക് വരാവുന്ന മാക്സിമം വെയിറ്റ്. അവർക്ക് ഹൈറ്റ് മൈനസ് ഒരു 110 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മോസ്റ്റ് മിക്കവാറും ഐഡിയൽ ഒരു വെയിറ്റ് ആയിരിക്കും. അതായത് ഒരു 160 ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും ഒരു 50-ലായിരിക്കും ഏറ്റവും ബെസ്റ്റ്. 160 ഉള്ളവർക്ക് 110 നോക്കുമ്പോൾ 50, അത് ചിലപ്പം ഒരു 55 വരെ പോകായിരിക്കും. അത് ആ ഓരോരുത്തരുടെയും ബോഡിയുടെ സ്ട്രക്ചർ അനുസരിച്ച്. അതിൽ നിന്ന് നമ്മൾ ഒരു 10 kg കൂടുതൽ കൂടാൻ പാടില്ല. അപ്പോൾ ഒരു 160 ഉള്ള ഒരാൾ ഒരു 60, അപ്പോൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ 50 ആണെങ്കിൽ അവർക്ക് 60 വരെ പോവാം. ഓർ 55 ആണെങ്കിൽ അത് ഒപ്റ്റിമൽ വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് 65 kg വരെ പോവാം. അത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓവർ വെയിറ്റ് ആയി പോകും. അപ്പോൾ അതിൽ നിർത്തുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രഗ്നൻസി ടൈമിൽ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ ഷെയർ ചെയ്തു. ബിഫോർ പ്രഗ്നൻസി, ആഫ്റ്റർ പ്രഗ്നൻസി പീരീഡിൽ. അപ്പം ഇനിയും പ്രേക്ഷകർക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരിക്കാം. കാരണം പ്രഗ്നൻസിയെക്കുറിച്ചുള്ള ഡൗട്ടുകൾ ഒരിക്കലും തീരില്ല. അപ്പം എത്രയും നേരം ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വളരെ നന്ദി ഡോക്ടർ.
വസ്ത്രങ്ങളോട് ഭ്രമമില്ലാത്ത സ്ത്രീകൾ ഉണ്ടാവില്ല. നമ്മളെപ്പോഴും അന്വേഷിച്ചുകൊണ്ടേയിരിക്കും പുതിയ ട്രെൻഡ് എന്താണ്, പുതിയ ഫാഷൻ എന്താണ്. അതിപ്പം സൽവാർ ആവട്ടെ, സാരി ആവട്ടെ, ഏതിലായാലും നമ്മൾ പുതിയ ട്രെൻഡുകൾ തേടിക്കൊണ്ടേയിരിക്കും. നമ്മൾ ചന്ദ്രലേഖയിലൂടെ ഇനി കാണാൻ പോകുന്നത് ഒരു ഫാഷൻ സെഗ്മെൻ്റ് ആണ്. പുതിയ ഡിസൈനിങ്ങിനെ കുറിച്ചും പുതുപുത്തൻ ഫാഷൻ ട്രെൻഡ്സിനെ കുറിച്ചും നമ്മോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് ബുദ്ധ സ്മൈലിൻ്റെ ഫൗണ്ടറായ ബിന്ദു സന്ധ്യാമോഹനും ഇവിടുത്തെ ഡിസൈനറായ കൺസീലയുമാണ്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഹലോ മാം. ഹായ് ചേച്ചി. ഇപ്പം ഡിസൈനേഴ്സിനെ കുറിച്ചും പുതിയ പുത്തൻ ട്രെൻഡ്സിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഡിസൈനറാണല്ലേ? ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് എല്ലാം ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പം ഫാഷൻ മാറി മാറി വരും, എങ്കിലും ലേറ്റസ്റ്റ് ഫാഷൻ ട്രെൻഡ് എന്തൊക്കെയാണ്? ഇപ്പം പാകിസ്ഥാനിയാണ് ട്രെൻഡ്. പാകിസ്ഥാനിൽ ഫുൾ ലെങ്ത്, താഴെ ഒട്ടും കാണില്ല. പിലാസോ അതും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചുരി ബോട്ടം യൂസ് ചെയ്യാം, ലെഗിങ്സ് യൂസ് ചെയ്യാം. കാരണം ഇപ്പൊ അങ്ങനെയുള്ളൂ, ഗൗൺ മോഡൽ കിടക്കും, നമ്മൾ താഴെ ലെഗിങ്സ് ഒട്ടും കാണില്ല, വേണമെങ്കിൽ കാണാം എന്നുള്ള രീതിയിലാണ്. പക്ഷെ അതിന്റെ ഒക്കെ ഒരു വെറൈറ്റി ആണ് ഇപ്പോഴത്തെ. ഇപ്പം ഈ ഇട്ടേക്കുന്നത് ഏകദേശം ഇതല്ലേ ആ മോഡൽ. ഇതിൽ ഡിസൈൻ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ? അങ്ങനെയല്ല. അതായത് നമുക്കിപ്പോൾ അങ്ങനെ ഡിസൈൻ ചെയ്തേക്കണ ഒരു ഇപ്പൊ നോർമൽ വെയറിന് വേണ്ടിയിട്ടാണെങ്കിൽ, അധികം സ്റ്റോൺ വർക്ക് ഒന്നും ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ത്രെഡ് വർക്ക് മാത്രമേ ത്രെഡ് വർക്ക് വരുന്ന ഒരു ബാക്കില് കുറച്ച് ഡിഫറെന്റ്, ഫ്രണ്ട് പീസും ബാക്ക് പീസും കുറച്ച് ഡിഫറെന്റ് ആയിട്ട്. പാർട്ടി വെയറും ചെയ്യാം, നമുക്ക് ഡെയിലി യൂസും ചെയ്യാം അല്ലേ? പക്ഷെ ഡെയിലി യൂസിലും എല്ലാത്തിലും അവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലൊക്കെ എന്തെങ്കിലും വർക്ക് ഉണ്ടാവും. അതിനുള്ളതാണ് ഇതിലുള്ള ഈ ഒരു മെറ്റീരിയൽ. ഫ്രണ്ടിൽ എന്തായാലും ഒരു വർക്ക് ഫുൾ ലെങ്ത് ആയിട്ട് ഇങ്ങനെ വരും. ഓക്കെ. ഫുൾ ലെങ്ത് ആയിട്ട് ഇങ്ങനെ വർക്ക് വരും. അതെ, പ്ലെയിൻ ആയിരിക്കില്ല അല്ലേ? അല്ല, പ്ലെയിൻ ആയിരിക്കില്ല, ഇങ്ങനെ ഫുൾ ലെങ്ത് വരും. പക്ഷെ ഇതിനേക്കാളും ഡിഫറെന്റ് ആയിരിക്കും ബാക്ക്. ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ബാക്കിൽ എന്തായിരിക്കും. ശരി, അങ്ങനത്തെ ഒരു. ഓക്കെ. അപ്പം ഇതിന്റെ പ്രൈസ് റേഞ്ച് ഒക്കെ എങ്ങനെയാ? സ്റ്റാർട്ടിങ് വരുന്നത് 1450 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പം പാർട്ടി വെയർ അനുസരിച്ച് പാർട്ടി വെയർ ഏത് റേഞ്ചിലും വരാം. നമ്മള് സ്റ്റോണിന്റെ ഒക്കെ വർക്ക് അനുസരിച്ച് ഇപ്പം ഇതൊക്കെ ഒരു 6000 സംതിങ് റേഞ്ചിലാണ് വരുന്നത്. ഇത് നൈസ് കളർ, ഒരു റയർ കളറാണ്. അപ്പം ഇത്രയും പ്രൈസ് റേഞ്ചിൽ ഡിഫറൻസ് വരുമ്പം നിങ്ങൾ മെറ്റീരിയൽ എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യാറുണ്ടോ, ക്വാളിറ്റിയിലോ മറ്റോ? ഒരിക്കലും മെറ്റീരിയൽ കോംപ്രമൈസ് ചെയ്യില്ല. ഇതെന്താന്ന് വെച്ചാൽ ഇത് മിഷൻ എംബ്രോയിഡറി ആണ്. ഹാൻഡ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒരു അതിന്റെ ഇരട്ടി പോലും തന്നാലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കോട്ടണിലാണ് വന്നേക്കുന്നത്. അപ്പൊ കോട്ടണില് മിഷൻ എംബ്രോയിഡറി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അഫോർഡബിൾ ആണ്. പിന്നെ വരാൻ നേരത്ത് എന്ന് പറഞ്ഞാൽ ഇതേപോലെ പാർട്ടി വെയർ ഇതൊക്കെ വരാൻ നേരത്ത് നമ്മുടെ റേഞ്ച് ഇപ്പൊ ഞാനൊരു ഡിസൈനർ ആംഗിളിലൂടെയാണ് എപ്പോൾ എവിടെ ചെന്നാലും എന്ത് കണ്ടുകഴിഞ്ഞാലും ഞാൻ ശ്രദ്ധിക്കണത്. അപ്പം ഈ എന്താ പറയാ, മീനിന്റെയൊക്കെ ആ ബ്ലെൻഡിങ് ഇല്ലേ, ഫിഷിന്റെ ഒക്കെ ആ ഭയങ്കരമായ കളർ ബ്ലെൻഡിങ്, അത് കണ്ടാൽ നമ്മൾ ഭയങ്കര അമേസിങ് ആയി പോകും. കാരണം നമ്മൾക്ക് അത് കാണാതെ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല അത് തമ്മിൽ ഇത്രേ ചേരുവോ. പണ്ട് നമ്മൾ ഇതേ കളേഴ്സ് ഒക്കെ ഇടുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ഇത്ര യെല്ലോ ഒക്കെ ഇടുമ്പോൾ ഒരു കളറിനോട് പണ്ടൊരു ഇതുണ്ടായിരുന്നു. അതെ അതെ അതെ. പക്ഷെ ഇപ്പൊ കണ്ട ഈ കോമ്പിനേഷനൊക്കെ ഭയങ്കര റെയർ കോമ്പിനേഷനാണ്. ഇങ്ങനത്തെ കോമ്പിനേഷനൊക്കെ അതുപോലെ വേറൊരു കോമ്പിനേഷനാണ് ഇത്. യെല്ലോ ഇപ്പൊ ഭയങ്കര ട്രെൻഡി കളറായിട്ടാണ്. ഏത് പ്രായക്കാർക്കും നമുക്ക് ചേരുന്ന ഒരു കളേഴ്സ് ആണ്.
പിന്നെ അങ്ങനെ വരുന്ന പല ഡിഫറെന്റ് ആയിട്ടുള്ള, ഇതൊന്നും അങ്ങനെ കോമൺ അല്ല. ഇത് ഇപ്പൊ എങ്ങനെയായാലും യോക്കിൽ ഇങ്ങനെ ഒരു പാറ്റേൺ വന്നിട്ട് ഇപ്പൊ ചില കസ്റ്റമേഴ്സ് ഉണ്ട് ലൈനിങ് വേണ്ടാത്ത, അതായത് അങ്ങനത്തെ കസ്റ്റമേഴ്സിനൊക്കെ ഇതെന്നൊക്കെ പറഞ്ഞാൽ ഈ പീസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ലൈനിങ് ഇല്ലാതെ നമുക്ക് ട്രാൻസ്പെറന്റും അല്ല, ഇതിങ്ങനെ ടോപ്പ് ഇങ്ങനെ വന്നിട്ട് യോക്ക് പീസിൽ വരും. എന്നിട്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണല്ലോ ഇക്കത്ത്, അങ്ങനെ വരുന്ന ദുപ്പട്ട. ഇതൊന്നും അങ്ങനെ കോമണും അല്ല. ഇതിങ്ങനെ ദുപ്പട്ടയിലും ഉണ്ട് ഡിസൈൻ അല്ലേ? ദുപ്പട്ടയിലും ഡിസൈൻ വരും. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണ്. ഇപ്പൊ റോസ് സിൽക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഇതിപ്പോ റോസ് സിൽക്ക് തന്നെ നമ്മുടെ ഗോൾഡിനെ പോലെ ഗ്രാം ബേസിലാണ് വരുന്നത്. ഗ്രാം കൂടുന്നതനുസരിച്ച് അതിന്റെ റേറ്റും, അതായത് നമുക്ക് റണ്ണിങ് മെറ്റീരിയൽ റോസ് സിൽക്ക് എടുക്കണമെങ്കിൽ 375 തൊട്ട് 695 വരെ ഉണ്ട്. അപ്പൊ അതിന്റെ ആ മെറ്റീരിയലിലുള്ള ആ ഗ്രാമിന്റെ ഉള്ള വ്യത്യാസം. ഇത് ഇതേപോലെ തന്നെ നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത ഒരു ദുപ്പട്ടയാണ്. ഇപ്പൊ ഡൈയിങ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ടെക്നോളജിയാണ്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ചേഞ്ച് വരുത്താൻ പറ്റുമോ? അങ്ങനെ എല്ലാത്തിലും ചിലപ്പോൾ പറ്റില്ല. ഒത്തിരി കളേഴ്സ് ഉള്ളതിലും നമുക്ക് പറ്റില്ല. പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽസിൽ നമുക്ക് ഡൈ ചെയ്യാൻ പറ്റും. പിന്നെ മെറ്റീരിയലിന്റെ ക്വാളിറ്റിയും കൂടി നോക്കിയിട്ട് വേണം നമുക്ക് ഡൈ ചെയ്യാൻ. പിന്നെ നമ്മൾ എവിടെന്നെങ്കിലും ഒരു ചുരിദാറിന്റെ ടോപ്പ് പിക്ക് ചെയ്തിട്ട് തയ്ച്ചു വരുമ്പോൾ ദുപ്പട്ട നമുക്ക് അന്വേഷിച്ച് നടന്നാലും കിട്ടില്ല പല സ്ഥലത്തും. അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്ലെയിൻ കളറ് ടെസറിന്റെയോ എന്തെങ്കിലും പ്ലെയിൻ കളറ് ലൈറ്റ് ഷെയ്ഡ്സ്, അതായത് ക്രീം ഓഫ് വൈറ്റ് ഒക്കെയാണ് കൂടുതലും നല്ലത്. ഈ സെയിം ദുപ്പട്ടയാണ് നമ്മളിങ്ങനെ കളർ ചെയ്തെടുത്തേക്കുന്നത്. ഇത് ഇതേപോലെ സാരിയിൽ നമുക്ക് ഡൈ ചെയ്തെടുക്കും. ഇതേപോലെ ക്രീം കളർ ഇതാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷനിൽ. ചിലർക്ക് ചില റയർ കോമ്പിനേഷൻസ് മിക്സപ്പ് ചെയ്ത് വേണം എന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് അതിന് ടൈം വേണം. നമുക്കൊരു മിനിമം 20 days എങ്കിലും നമുക്ക് വേണം. പിന്നെ റോസ് സിൽക്ക് അല്ലാതെ പിന്നെ വരുന്നതാണ് നെറ്റ് കോട്ടയുടെ. ഇത് വേറൊരു വെറൈറ്റിയാണ്. നെറ്റ് കോട്ട വന്നിട്ട് സിൽക്കിന്റെ ബോട്ടം, ദുപ്പട്ട വന്ന് ഇങ്ങനെ ഇതേപോലെ ബോട്ടത്തിന്റെയും ടോപ്പിന്റെയും കളർ കോമ്പിനേഷൻ വരുന്ന ദുപ്പട്ട അല്ലേ? പിന്നെ വരുന്നത് ജൂട്ടിന്റെ ടോപ്പ് വരും. ജൂട്ടിന്റെ ടോപ്പില് ഇതേപോലെ സെൽഫ് എംബ്രോയിഡറി വരുന്ന കുറച്ച് വർക്ക് വരുന്ന ഓർഗൻസയുടെ ദുപ്പട്ട. ഇതും ഇപ്പൊ ഒരു ട്രെൻഡാണ്. അതായത് ഒത്തിരി ഹെവി വർക്ക് ഇഷ്ടപ്പെടാത്തവർക്ക് ടോപ്പ് പ്ലെയിനും ഇപ്പൊ ദുപ്പട്ട ഇങ്ങനെ ഇത് വരുമ്പോ കുറച്ചൊരു പാർട്ടിക്ക് പോകണമെങ്കിൽ അങ്ങനെ ഇടാം. പിന്നെ വരുന്നത് ടസർ. ടസർ എന്ന് പറയുമ്പോൾ എല്ലാ സമയത്തും ഏത് ഏജിലുള്ളവർക്കും, അതായത് യങ്സ്റ്റേഴ്സിനും അതായത് എബവ് 40s ആണെങ്കിലും പോകാവുന്ന ഒരു മെറ്റീരിയൽ ആണ് ടസർ. ഇപ്പൊ വരുന്ന ചില റെയർ കോമ്പിനേഷൻസ് എന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ ഇത് ജക്കാർഡ് കോട്ടണിൽ വന്നിട്ട് ജൂട്ടിന്റെ, ഇതും ഒരു റെയർ പീസുകളാണ്. അതായത് നമ്മുടെ ശരിക്കും ചാക്കിന്റെ പീസസ് വെച്ചിട്ടുണ്ട്. ജൂട്ട് പീസസ് ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ബാക്കിലും ഒരു വർക്ക് ഉണ്ട്. പിന്നെ ഷോളിന്റെ ചുറ്റും ഇത് ഇപ്പോഴത്തെ പാകിസ്ഥാനി മോഡൽ. അടിയില് ലേസ് മൾട്ടി കളേഴ്സ് ആണ്. പക്ഷെ നല്ല ഭംഗിയായിട്ട് ഒരു ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് സ്ലീവ് വന്ന് ഷിഫോൺ വന്ന് ദുപ്പട്ട. അപ്പൊ എന്ന് വെച്ചാൽ ഇത്രയും വർക്ക് ഉള്ള കാരണം ദുപ്പട്ട വളരെ സിമ്പിൾ ആയിട്ട് ഒരു ചെറിയ ബോർഡർ വരുന്നു. വർക്ക് എപ്പോഴും വരുമ്പോൾ ദുപ്പട്ട എപ്പോഴും സിമ്പിൾ ആയിരിക്കും. പാർട്ടി വെയർ വേണമെങ്കിൽ ഇതിപ്പോ നല്ലൊരു കോമ്പിനേഷൻ, നല്ല ഒരു എന്താ പറയുക റിച്ച് വർക്ക് ഒക്കെ ആയിട്ട് വരുന്ന ഒരു സെറ്റ്. ഇതിന്റെ മെറ്റീരിയൽ ഏതാണ്? ഇത് വരുമ്പോൾ ജോർജറ്റില് നമ്മൾ ചെയ്തേക്കുന്നതാണ്. എല്ലാ ടൈപ്പിലുള്ള മെറ്റീരിയൽസും ഉണ്ട്. ഇതും കുറച്ച് ഡിഫറെന്റ് ആണ്. നമ്മുടെ പാകിസ്ഥാനി സെറ്റ് പറഞ്ഞ പോലെ ഫ്രണ്ട് പീസ് വേറെ, ബാക്ക് പീസ് വേറെ ആയിട്ട് വരുന്നത്. അതായത് ഇങ്ങനെ വരും മൾട്ടി ഷെയ്ഡഡ് ബാക്ക് പീസ്. ഇത് വന്ന് ഫ്രണ്ട് പീസ്. അത് കഴിഞ്ഞ് ബാക്ക് പീസ് വരുമ്പോൾ ഇങ്ങനെ വരും. ഇതിനൊക്കെ ആണെങ്കിലും സെപ്പറേറ്റ് സ്ലീവ്. ഇപ്പൊ ചിലർക്ക് 3/4 സ്ലീവ് വേണമെന്ന് നിർബന്ധമുള്ളവരാണ്. സെപ്പറേറ്റ് ചില മെറ്റീരിയൽസിന് വരുന്നുണ്ട്. നമുക്ക് ഏത് വണ്ണമുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ഷോർട്ട് സ്ലീവിൽ നിന്ന് മാറി 3/4 സ്ലീവിലോട്ടും ഫുൾ സ്ലീവിലോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും പറ്റിയ എല്ലാ രീതിയിലുള്ള മെറ്റീരിയൽസും വേറെ ഉണ്ട്. ചന്ദ്രലേഖയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കുക. നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന കാഴ്ചകളും ചിന്തകളും എല്ലാമായി വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണാം.